തിന്മയിലുള്ള അറിവ് ജ്ഞാനമല്ല. പാപികളുടെ ഉപദേശം വിവേകരഹിതമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 19-ാം അധ്യായം 22-ാം വാക്യം. ക്രിസ്തുവിൽ എത്രയും അനുഗ്രഹിക്കപ്പെട്ടവരെ, തിന്മയെക്കുറിച്ചുള്ള അറിവ് അത് നന്മയുടെ വഴിയിലേക്ക് നമ്മെ നയിക്കുവാനുള്ളതാണ്. എന്നാൽ തിന്മയിലുള്ള അറിവ് അത് ജ്ഞാനമല്ല. തിന്മ ചെയ്യുവാനുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും അതിന് നമ്മെ സഹായിക്കുന്ന അറിവും അത് ജ്ഞാനമല്ല. മറിച്ച് തിന്മയുടെ വഴിയിലേക്ക് നടന്നു പോകാൻ നാം ഒരുക്കിയ കെണികളാണ്. അതുപോലെ തന്നെ പാപിയുടെ ഉപദേശവും വിവേകരഹിതമാണ് എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. കർത്താവ് പ്രവർത്തിക്കുന്നത് നന്മയുടെ വഴിയിലൂടെയാണ്. തിന്മ എപ്പോഴും ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നു. നന്മയാകട്ടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. അതുകൊണ്ടാണ് നീതിമാന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നുവെന്ന് തിരുവചനം പറയുക. എന്നാൽ പാപിയുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കുന്നില്ല. പാപിയുടെ വഴികൾ മിനുസമുള്ളതാണ് എങ്കിലും അത് ചെന്ന് അവസാനിക്കുന്നത് പാതാളത്തിലാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ പാപിയുടെ ഉപദേശങ്ങളും നമ്മെ വേദനയിലേക്ക് നയിക്കും. പാപം എപ്പോഴും ദൈവത്തിൽ നിന്നും അകലുന്നതാണ്. പാപിയുടെ ഉപദേശവും ദൈവത്തിൽ നിന്നും അകറ്റുന്നതാണ്. നന്മയായ ഒരു മനുഷ്യന് മാത്രമേ നന്മ പറയുവാനും നന്മ പ്രവർത്തിക്കുവാനും സാധിക്കും. തിന്മ എപ്പോഴും ദൈവത്തിൽ നിന്നും അകറ്റുന്നതും ആത്മീയ നാശം ക്ഷണിച്ചു വരുത്തുന്നതുമാണ്. എങ്കിൽ നാം ഉപദേശം തേടേണ്ടത് നന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്നാണ്, നീതിമാനിൽ നിന്നാണ്, വിശുദ്ധരിൽ നിന്നാണ്. അതുകൊണ്ടാണ് കർത്താവ് വചനത്തിൽ ഓർമ്മപ്പെടുത്തിയത്, നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുക. നമുക്കും ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം, നന്മയുടെ മാർഗം പിന്തുടരുവാനും തിന്മ വെടിയുവാനും വേണ്ട കൃപയ്ക്ക് വേണ്ടി ദാഹിക്കാം. ഓ കാരുണ്യവാനായ തമ്പുരാനെ, നന്മയുടെ പാതയിലൂടെ ചരിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും പാപിയുടെ ഉപദേശം സ്വീകരിക്കാതെ വിശുദ്ധിയുടെ നിറവിലായിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.